ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സ്കോട്ട്ലാൻഡ് പോകുന്നതാണ് കാണുന്നത്. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5-4 മണിക്കൂറുണ്ട്. 2 ട്രെയിൻ മാറി കയറി വേണം പോകാൻ. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് സ്കോട്ട്ലാൻഡിലേക്ക് ഏകദേശം 4-4.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് സ്കോട്ട്ലാൻഡ് പോകുന്നത്. നമ്മുടെ ഒരു ഡ്രീം പ്ലേസ് ആണ് സ്കോട്ട്ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ പല പല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ് ട്രെയിനിൽ. നമ്മൾ ആദ്യമേ ട്രെയിനിൽ കയറിയപ്പോഴേക്കും ഒരു ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. അതായത് ഇംഗ്ലണ്ട് കഴിഞ്ഞ് നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് എത്താറായപ്പോഴേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെതറായിട്ടാണ് ഫീൽ ചെയ്തത്. ശരിക്കും നല്ല അടിപൊളി കാഴ്ചകളും. ഈ ട്രെയിൻ പോകുന്നത് ഒരു കടലിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ സ്കോട്ട്ലൻഡ് എത്തി. നമ്മൾ ആദ്യമേ തന്നെ പോയത് നമ്മൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒത്തിരി ലഗേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ലിവിങ് റൂമും കിച്ചണും ഒരുമിച്ചായിരുന്നു. പിന്നെ നമുക്കൊരു ബെഡ്റൂം, പിന്നെ ഒരു ടോയ്ലറ്റ്. അങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. എഡിൻബറയിൽ തന്നെ അടുത്തുള്ള അവിടെ നിന്നൊരു 10 മിനിറ്റ്സ് വോക്ക് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയത്. നമ്മൾ ആദ്യമേ ചെന്ന ദിവസം മഴയുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നല്ല അടിപൊളി വെതറായിരുന്നു. നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും എഡിൻബറ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യമേ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് പോയത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ എന്താ പറയുക, വർണ്ണവിസ്മയമായ ലൈറ്റുകൾ കൊണ്ടൊക്കെ അടിപൊളിയായിട്ട് അവിടെ ഒരു വലിയൊരു ജയൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ കയറി. നല്ല രസമുണ്ടായിരുന്നു. ഈ മാർക്കറ്റിൽ ഒത്തിരി ടൈപ്പ് ഓഫ് കടകളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കൂടുതലായിട്ടും ഫുഡ് ഐറ്റംസ് ആണ്. പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ 1-2 ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ആയത് കാരണം നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും കാണത്തില്ലെന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എഡിൻബറയിലെ സ്കോട്ട് മോണ്യുമെൻ്റ് ആണ്. അപ്പം ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കാണ്. ഒത്തിരി പേര് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇവിടെ വന്നിട്ട്. ഇതൊരു പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ലാൻഡ് മാർക്ക് ഉള്ളത്. അപ്പം ആ പാർക്ക് നിറയാണ് ഇവർ ക്രിസ്മസ് മാർക്കറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഈ ക്രിസ്മസ് മാർക്കറ്റ് മാത്രമേ എക്സ്പ്ലോർ ചെയ്തുള്ളൂ. രണ്ടാമത്തെ ദിവസം നമ്മൾ മോർണിംഗിൽ തന്നെ എഡിൻബറ കാസിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ്. സ്കോട്ട്ലാൻഡിൽ പോകുന്നവരെല്ലാവരും ഇവിടെയും പോകേണ്ട ഒരു പ്ലേസ് ആണ്. അപ്പോൾ അവിടെ നിന്നിട്ട് അത് ഭയങ്കര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി വ്യൂസ് കിട്ടും ഇങ്ങനെ അവിടെ നിന്ന് നോക്കിയാൽ. ദൂരെ അങ്ങ് മഞ്ഞ് നിറഞ്ഞ മലനിരകളൊക്കെ കാണാൻ പറ്റും. കാസലിൻ്റെ തൊട്ടടുത്ത് തന്നെ പല തരത്തിലുള്ള ഷോപ്പുകളുണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ അത്ര എക്സ്പെൻസീവ് അല്ല. അപ്പം കാസലിന് തൊട്ടടുത്തായത് കാരണം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി കണ്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. അവിടെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ എഡിൻബറ മൊത്തം ഒന്ന് കറങ്ങി കുറേ ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്സിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി. നമ്മൾ പോയപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല നീലാകാശവും അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ പോയ അന്ന് കുറേ വെഡ്ഡിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയ സ്ട്രീറ്റ് ആണ്. നമ്മൾ പോയപ്പോൾ അവിടെ ഒരു വെഡ്ഡിങ് നടക്കുന്നുണ്ടായിരുന്നു. അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് കണ്ടത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അടുത്ത് നമ്മൾ ഡീൻ വില്ലേജിലേക്കാണ് പോയത്. ഈ ഡീൻ വില്ലേജ് എഡിൻബറയിൽ തന്നെ ഉള്ളൊരു പ്ലേസാണ്. എഡിൻബറയിൽ നിന്ന് അധികം ദൂരമില്ല. അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ചേക്കുന്നത് സ്റ്റോൺ കൊണ്ടാണ്. പിന്നെ ഒരു അടിപൊളി ഒരു അരുവിയുണ്ട് അവിടെ. അപ്പം നല്ല രസമുണ്ട്. വാട്ടർഫോളും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് ദ കെൽപ്പീസ് എന്ന് പറയുന്ന ഡ്യൂക്ക് ആൻഡ് ബരോൺ എന്ന് പറയുന്ന 2 കുതിരകളെ കാണാനായിട്ടാണ് പോയത്. ഈ കുതിരകൾ എന്താ പറയുക, സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. ഭയങ്കര ഹൈറ്റിലുള്ളതാണ്. ഇത് മോട്ടോർവേയുടെ തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എഡിൻബറയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ പോയപ്പോഴും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലമൊക്കെ. നമ്മൾ മോർണിംഗിൽ തന്നെ പോയത് കൊണ്ട് അധികം ആൾക്കാർ ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അവിടെ കുറേ പിക്ചേഴ്സൊക്കെ എടുത്ത് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ടൗണിലേക്ക് വന്ന് ടൗണിൽ കുറച്ച് നേരം വീണ്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എഡിൻബറ. പിന്നെ നമ്മൾ മലയാളി ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അവിടെയൊക്കെ പോയി ടൗണിലൂടെ കുറച്ച് നടന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും കാസൽ ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സൺസെറ്റൊക്കെ കാണാം. നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി. ഓൾറെഡി സൺസെറ്റൊക്കെ കഴിഞ്ഞിരുന്നു. എന്നാലും അത്യാവശ്യം കുറച്ച് കാണുകയൊക്കെ ചെയ്തു. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അവിടെ നിന്ന് നമുക്ക് എഡിൻബറ സിറ്റി മൊത്തം കാണാൻ പറ്റും, ഇൻക്ലൂഡിങ് നമുക്ക് സീ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നൈറ്റ് വാക്കിനൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും സിറ്റിയൊക്കെ ഒന്ന് ഫുൾ കവർ ചെയ്തു നൈറ്റിൽ. പിന്നെ ആണെങ്കിൽ കാസിൽ കാണാൻ പോയി. ഇപ്പോൾ രാത്രിയിൽ കാസിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസംബർ ആ സമയത്തൊക്കെയാണ് പോയത്. അത് കാരണം ഫുൾ ലൈറ്റിങ്സ് ആയിരുന്നു. കാസിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. റെഡ് കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ തീമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു.
അങ്ങനെ അന്നത്തെ ദിവസം നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞ് മലയാളിക്കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഡേ പോയത് അവിടെ ഒരു സ്നോ പോർട്ട് സെൻറ്റർ ഉണ്ട്. അവിടെ ഒരു ആൽപൈൻ കോസ്റ്റർ ഉണ്ട്. അപ്പം നമ്മളത് കാണാനായിട്ട് പോയത്. അപ്പോൾ പോയ വഴിയൊക്കെ ഫുള്ള് മഞ്ഞ് കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു. ആ മല നിറയെ മഞ്ഞായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് ആൽപൈൻ കോസ്റ്ററിൽ കയറാം. നമുക്ക് 2 പേർക്ക് വീതം വെച്ച് കയറാം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തവണയെങ്കിലും നമ്മളിങ്ങനെ ഈ റൈഡിൽ പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു. ഈ മഞ്ഞിനിടയിലൂടെ നമ്മളിങ്ങനെ നമുക്ക് വേണേൽ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയറൊക്കെ ഉണ്ട് അതിന്. അപ്പം ആദ്യമേ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് കയറിയത്. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ കയറി. പിന്നെ കുഞ്ഞു പിള്ളേരെ അവരെ കയറ്റത്തില്ല കേട്ടോ. അങ്ങനെ സ്കോട്ട്ലാൻഡിൻ്റെ സ്പെഷ്യൽ ഫുഡായ ഹാഗീസ് നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഈ കോസ്റ്റർ മാത്രമല്ല, അവിടെയുള്ള പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പിള്ളേരുടെ സ്കേറ്റിങ്, അങ്ങനത്തെ പിള്ളേർക്കായിട്ടുള്ള വേറെ കുറേ ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു സ്നോ മൗണ്ടൻ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് അങ്ങോട്ടേക്ക് ഹൈക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമായത് കാരണം കുറച്ച് ഡിഫിക്കൽട്ടാണ് കുട്ടികളൊക്കെ ആയിട്ട് കയറി പോകാനായിട്ട്. പക്ഷെ എന്താ പറയുക, നല്ലൊരു വ്യൂവും നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.